എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് കറിയൊക്കെ കുറവുള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റൈസ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് 1 സ്പൂണ് നെയ്യും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം നെയ്യ് മാത്രമാണെങ്കിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നു. ആയി വന്നിട്ടുണ്ട്, കോരി മാറ്റുവാണ്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1/2 സ്പൂണ് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, ഇനി 2 ഏലക്ക, അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ മാത്രമായിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാള ഇട്ടിളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയം വരെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. ഇതാ കളറൊക്കെ മാറി വന്നു കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റിൻ്റെ പകുതി, അത് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഈ ക്യാരറ്റും കൂടെ ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണിത്, 1/2 സ്പൂണ് കുരുമുളക് പൊടിയും. ഞാൻ എരിവിനായിട്ട് ഇവിടെ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഇനി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി ഒന്ന് കളറ് മാറി വരട്ടെ. ഇതാ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി 2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, അതൊന്ന് യോജിക്കുന്നതിനായിട്ട്. ആ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 1 പ്ലേറ്റ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മളെടുത്തിരിക്കുന്ന മസാലയുടെ അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കാൻ. അധികം എരിവുണ്ടാകാത്ത വിധത്തിൽ വേണം നമ്മൾ ചോറിടാൻ, കണ്ടോ? ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരും. നല്ല സുന്ദരമായ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ചോറാണിത്. കുറച്ച് മല്ലിയിലയും 1 നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ചോറ്. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് 2 മിനിറ്റ് ഞാനൊന്ന് മൂടി വയ്ക്കുന്നു. 2 മിനിറ്റിന് ശേഷം എടുത്ത് നമുക്കൊന്നും കൂടെ ഇളക്കാം. ഇപ്പോൾ ആ നാരങ്ങ നീരും മല്ലിയിലയും എല്ലാം കൂടെ നന്നായിട്ടും അതിൽ യോജിച്ചിട്ടുണ്ട്. ഇനി നാം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സുന്ദരമായ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോടു കൂടിയ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ചോറാണിത്. ഇതൊക്കെ ഒരു കറിയും വേണ്ട ഇനി ഇത് കഴിക്കാൻ. കണ്ടോ, നല്ല ചോറ്. ഇനി നമുക്ക് കറി വേണമെങ്കിൽ പപ്പടം കൂട്ടിയോ അല്ലെങ്കിൽ അച്ചാറോ സർലാസോ ഒക്കെ കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സുന്ദരമായ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.